മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ ചിന്നക്കനാൽ പാപ്പാത്തിച്ചോലയിലെ ഭൂമി പോക്കുവരവ് ചെയ്ത കേസിൽ 2 റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി. ഉടുമ്പൻചോല തഹസിൽദാർ എ.വി. ജോസ്, ചിന്നക്കനാൽ മുൻ വില്ലേജ് ഓഫീസർ സുനിൽ കെ. പോൾ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് ഉത്തരവിറക്കിയത്. മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ ചിന്നക്കനാൽ പാപ്പാത്തിച്ചോലയിലെ ഭൂമി പോക്കുവരവ് ചെയ്ത കേസിൽ 2 റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. ഉടുമ്പൻചോല മുൻ ഭൂരേഖ തഹസിൽദാരും നിലവിൽ ഉടുമ്പൻചോല തഹസിൽദാരുമായ എ.വി. ജോസ്, ചിന്നക്കനാൽ മുൻ വില്ലേജ് ഓഫീസറും നിലവിൽ പള്ളിവാസൽ വില്ലേജ് ഓഫീസറുമായ സുനിൽ കെ. പോൾ എന്നിവരെ ഇടുക്കി ജില്ലയിലോ സമീപ ജില്ലയിലോ നിയമിക്കാതെ മാറ്റി അപ്രധാനമായ തസ്തികയിൽ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 3 ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എ.വി. ജോസിനെ ആലപ്പുഴ ജില്ലയിലേക്കും സുനിൽ കെ. പോളിനെ വയനാട് ജില്ലയിലേക്കും സ്ഥലം മാറ്റിക്കൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ കഴിഞ്ഞ 18-ന് ഉത്തരവിട്ടത്. മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയിലെ റിസോർട്ടാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ വാങ്ങിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെയും വിജിലൻസിന്റെയും കണ്ടെത്തൽ. രജിസ്ട്രേഷനും പോക്കുവരവും സാധ്യമല്ലാത്ത ഭൂമിയാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ വാങ്ങിയതെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. നികുതി തട്ടിപ്പ് നടത്തി 50 സെന്റ് ഭൂമി അധികമായി കൈവശം വെച്ച് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലം രജിസ്ട്രേഷൻ നടത്തി എന്നിവ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളായിരുന്നു വിജിലൻസ് കണ്ടെത്തിയത്. ആകെ 21 പ്രതികളുള്ള കേസിൽ മാത്യു കുഴൽനാടൻ 16-ാം പ്രതിയുമാണ്. ഇപ്പോൾ നടപടി നേരിട്ട എ.വി. ജോസ് 5-ാം പ്രതിയും സുനിൽ കെ. പോൾ 11-ാം പ്രതിയുമാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.